NHS ഏകദേശം 230-നടുത്തോളം ട്രസ്റ്റുകളുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ HSCയിൽ എന്ന് പറയുന്നത് നോർത്തേൺ അയർലൻഡിൽ 6 ട്രസ്റ്റുകളാണ് HSCയുടെ അണ്ടറിലുള്ളത്. ഞാൻ പറയാൻ വേണ്ടി കാരണം എന്താ വെച്ചെങ്കിൽ NHS എല്ലാം ഈ NHS ഇംഗ്ലണ്ട് എന്ന സംഘടനയുടെ അല്ലെങ്കിൽ എന്ന ഒരു ഗവൺമെന്റ് അതോറിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അപ്പോൾ HSC അയർലൻഡ് പോലെ തന്നെ ഇനി മുതൽ NHS ഇംഗ്ലണ്ട് ഇല്ലാണ്ടായിട്ട് അത് ഡയറക്റ്റ് ഗവൺമെന്റിന്റെ അണ്ടറിലോട്ട്, അതായത് NHSലെ എല്ലാ സ്റ്റാഫുകളും ഡയറക്റ്റ് ഗവൺമെന്റ് അണ്ടറിലുള്ള ഒരു സ്റ്റാഫുകളായിട്ട് മാറുക എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് ഉണ്ടാകാൻ പോകുന്നത് വെച്ചെങ്കിൽ NHS ഇംഗ്ലണ്ടിൽ ഏകദേശം 15,000-ഓളം വരുന്ന സ്റ്റാഫുകളാണുള്ളത്. അതേപോലെ തന്നെ അതിനുള്ള ഭീമമായി വരുന്ന പ്രവർത്തന ചെലവ് കുറച്ച് അതുകൂടി ചേർത്ത് NHSലെ സ്റ്റാഫുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും അതേപോലെ റിക്രൂട്ട്മെന്റ് അതേപോലെയുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് കെയർ സ്റ്റാർമർ ഗവൺമെന്റിന്റെ പുതിയ കണ്ടെത്തൽ. അതിന്റെ ഭാഗമായിട്ടാണ് ഈ മാർച്ചിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ NHS ഇംഗ്ലണ്ട് പിരിച്ചുവിട്ടിട്ട് പകരം NHSനെ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിന്റെ അണ്ടറിലോട്ട് ചേർക്കുന്നത്.